ഹലോ. ഞാനിങ്ങനൊരു എന്താ പറയുക ഭരതനാട്യത്തിൻ്റെ വേഷം കെട്ടിയിട്ട് എന്താ ചെയ്യണമെന്നല്ലേ. ഇതൊക്കെ നിങ്ങൾ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് സത്യം പറഞ്ഞാൽ നവമീൻ്റെ സമയത്തുള്ള പ്രോഗ്രാമാണ് കേട്ടോ. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു എന്നല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എനിക്ക് തീരെ വയ്യ, സൈഡായിപ്പോയി. പിന്നെ ഞാൻ വിട്ടുപോയി. ഇപ്പോഴാണ് പിന്നെ ഞാൻ ഗാലറിയൊക്കെ നോക്കും, ഈശ്വര അങ്ങനത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ടല്ലോ, ഞാനിതൊന്നും അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ഞങ്ങൾക്ക് നവമീൻ്റെ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് നമുക്ക് പ്രോഗ്രാം ഉണ്ടാവുമല്ലോ 10 ദിവസങ്ങളിലൊക്കെ. അപ്പം ഞങ്ങൾക്ക് 2 ദിവസങ്ങളിൽ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് തളി അമ്പലത്തിലും കിട്ടി, ഒന്ന് നാരകത്ത് ദേവീക്ഷേത്രം തൊണ്ടയാട്, അവിടേക്ക് വേഷം കെട്ടി ഒരുങ്ങിയതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ. ഞാൻ അതിൻ്റെ ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെറിയ കുഞ്ഞി റിഹേഴ്സലൊക്കെ ഞങ്ങൾ പത്മശ്രീന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേന്ന് പിറ്റേന്ന് ഞങ്ങൾക്ക് കണ്ണൂർ പ്രോഗ്രാമാണ്. അപ്പോൾ തലേന്ന് പത്മശ്രീയിൽ ഇത് സിത്തു, അത് സുമ, ഞങ്ങൾ തത്തേനെയൊക്കെ പിടിച്ചിട്ടുള്ള മധുരമീനാക്ഷി ദേവീൻ്റെ ആണ് കളിക്കുന്നത്. അപ്പോൾ രാജോട്ടൻ പാവം എവിടുന്നോ 8 തത്തേനൊക്കെ എനിക്ക് കൊണ്ടു തന്നു. അതെല്ലാവരും കളിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. റിഹേഴ്സലാട്ടോ ഒന്ന്. പിറ്റേന്നാണ് ഞങ്ങൾക്ക്, അതിൻ്റെ പിറ്റേന്നാണ് ഞങ്ങൾക്ക് നാരകത്ത് അമ്പലത്തിൽ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇത് സുമ, ഇത് പിന്നെ സിത്തുണ്ട്, ഇത് ജി ചേച്ചി, ഇതാ തത്തേനേറ്റ് ഓടി വന്ന ജി ചേച്ചി, അബി കളിക്കുന്നുണ്ട്, വൃന്ദ ചേച്ചി കളിക്കുന്നുണ്ട്, അമ്പിളി കളിക്കുന്നുണ്ട്, പിന്നെ ഞാൻ അബിയാണ്. അബീനെയൊക്കെ ഒരുപാട് പ്രാവശ്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അമ്പിളി ഉണ്ട്. എല്ലാവരും പ്രാക്ടീസ്. മാഷ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു തത്തല്ലാതെ നിങ്ങൾ വരണ്ടാന്ന്. അപ്പോൾ രാജോട്ടൻ പാവൻ ടൗണിലൊക്കെ പോയി തിരഞ്ഞ്, രാജോട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് അബി, അവനെ എവിടെ നിന്നൊക്കെയോ തത്തേനെ പിടിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 8 തത്തേനെ കിട്ടി. ഞാൻ സെൽഫി എടുക്കുക. എൻ്റെ തൊട്ടടുത്തുള്ളത് വൃന്ദ ചേച്ചിയാണ്, ഞങ്ങളെ കൂടെയുള്ള ഭരതനാട്യ മാച്ചിലുള്ളതാണ്. അത് അമ്പിളിയാണ്, അബി, ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ പ്രോഗ്രാമിന് ഈ പ്രാവശ്യം കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാഷ് വെയിറ്റ് ചെയ്യാണ്. പിന്നെ മാഷ് വന്നിട്ട് ഞങ്ങൾ സ്റ്റേജ്, ഇത് പത്മശ്രീ ഓഡിറ്റോറിയത്തിലാണ്, അവിടെ ഞങ്ങൾ സ്റ്റേജിലൊന്ന് വെറുതെ ഒന്ന് റിഹേഴ്സൽ ചെയ്തു. ഈ പത്മശ്രീ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ്സും നടക്കണം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് പ്രോഗ്രാമിൻ്റെ അന്ന് ഞങ്ങളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ തിന്നറിയോ, ഒരു വീട്ടിലാണ്. അത് അമ്പലത്തിൻ്റെ കുറച്ച് പോകാണ്ട്, അമ്പലത്തിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ വീട്ടിലാണ് എല്ലാ മേക്കപ്പ് ആൾക്കാരും ഒക്കെ വന്നത്. ഇവിടെയാണ് ഞങ്ങളെ അമ്പലത്തിലേക്കുള്ള കുറേ കുട്ടികളുണ്ട്. അതായത് ഞങ്ങളെ ഗ്രൂപ്പ്, ഞങ്ങൾ പാരൻസിൻ്റെ ഗ്രൂപ്പാണ്. അതായത് പാരൻസിനെ തന്നെ കുറേ ഗ്രൂപ്പുണ്ട്, അതിലൊരു പാരൻസ് ഗ്രൂപ്പാണ് ഞങ്ങൾ. പിന്നെ വേറെ ഉണ്ട്. അങ്ങനെ മേക്കപ്പിന് ഇവിടെയാണ് വരുന്നത്. ഇതെന്താ അറിയോ, ഇത് റീന ഞാനും 10ാം ക്ലാസ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാട്ടോ. 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവളിപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എൻ്റെ മുടി കെട്ടിത്തരുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. അയ്യോ, അവിടുന്ന് ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാൻ അന്ന് പറ്റിയില്ല, കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു, സൈഡായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നിർബന്ധിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെയാണത്. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ സിത്തു മധുരമീനാക്ഷിയായിട്ട് കാർ ഓടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറിൽ ഞാൻ, സിത്തു, ജി ചേച്ചിയും അബിയും കൂടെയാണ് കാറിൽ പോയത്. 2 വീലറിൽ നേരത്തെ കണ്ടില്ലേ, അത് സുമയും സോഷ്മയും, അവർ 2 വീലർ എടുത്തിട്ട് വന്നത്. അപ്പോൾ ഈ മധുരമീനാക്ഷിൻ്റെ വേഷത്തിലാണ് ഒരു പോണത്. അബി ഇത് പറഞ്ഞു കൊടുക്കുക, എന്താണ് വളയ്ക്കാനും തിരിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കാർ കയറിയിരുന്ന് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോണത്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു രസമാണ്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ വേഷം കെട്ടി പോകും. ഇത് ഞങ്ങൾക്ക് പുത്തരിയല്ല കേട്ടോ, ഞങ്ങൾക്കിത് ശീലമാണ് ഇങ്ങനെ വേഷം കെട്ടിയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നത്, കാറിലും സ്കൂട്ടറിലും ആയിട്ട്. സോഷ്മി അതിൻ്റെ ആളാണ്, കാരണം ഞങ്ങൾക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്, അതാ സ്കൂട്ടറിൽ പോകണു. പ്രോഗ്രാം അധികം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഓരോ വേഷം കെട്ടിയിട്ട് അമ്പലങ്ങളിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പിന്നെ മേക്കപ്പ് അയക്കാനുള്ള നേരം ഉണ്ടാവില്ല ഞങ്ങൾക്ക്. അവൾ അങ്ങനെ തന്നെ സ്കൂട്ടറിൽ പോവുക. അധികം ആൾക്കാർ ആരൊക്കെ ബോധം കെട്ടുണ്ടാവും അറിയില്ല, രാത്രി ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ചു പോവില്ലേ. അവൾ അധികം അങ്ങനെ പോകും. കുറച്ച് ദൂരം ഉണ്ടാനും സോഷ്മിയിലുള്ള അവൾ 2 വീലറിൽ സുഖമായിട്ട് പോകാറുണ്ട്. പിന്നെ ഇതേ വേഷത്തിൽ ഞങ്ങൾക്ക് അധികം വിശക്കും. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇതേ വേഷത്തിൽ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കും. രാജുവേട്ടൻ വരും കൂട്ടാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട്, ഒരു സുന്ദരി അമ്പലം, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. എവിടെയാണ് ഈ അമ്പലം? കല്യാൺ സിൽക്സ് ഇല്ലേ, ഇപ്പം എന്താ പറയുക, തൊണ്ടയാട് ജംഗ്ഷനിൻ്റെ അവിടെ. അത് കഴിഞ്ഞ് അവിടെ, അതായത് ബേബി മെമ്മോറിയലിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പം ഈ എന്താ കല്യാൺ സിൽക്സ് കഴിഞ്ഞ ഉടനെ സെയിം റോലാണ് ഈ അമ്പലം, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കളിച്ചു. എന്താ പറയുക, ഡാൻസൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. മാഷൊക്കെ കാലൊക്കെ തൊട്ട് തലയിൽ വെച്ചു. എനിക്ക് തീരെ, ഞാൻ സൈഡായി ഉണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ നോക്കുക, നല്ല ഭംഗിയില്ലേ തത്തേനൊക്കെ പിടിച്ചിട്ട്. അപ്പം അങ്ങനെ പിന്നെന്താ പറയുക, ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഇടാൻ പറ്റില്ല നമുക്ക്. സോങ് ഈ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാൻ പറ്റുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. സാർ ഇതാണ് കേട്ടോ ഞങ്ങൾ വിനീത് മാസ്റ്റർ, എൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ സാറാണ് വിനീത് സാർ. ഇത് രാജുവേട്ടൻ്റെ കൂടെ എല്ലാ പ്രാവശ്യവും ഞാനൊരു സെൽഫി എടുക്കും. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ കോലം കണ്ടോ, പനിച്ചിട്ട് എനിക്ക് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാ പ്രാവശ്യവും ആയിട്ട് രാജുവേട്ടൻ്റെ ഡ്യൂട്ടിയാണത്. ഇപ്രാവശ്യം ധ്യാനം വന്നിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ.
എപ്പോഴും എനിക്കിങ്ങനെ വീട്ടിൽ ഞങ്ങൾ എന്താ പറയുക മേക്കപ്പൊക്കെ അവരങ്ങനെ ടൈറ്റാക്കിയിട്ടല്ലേ മുടിയും എല്ലാ ഭാഗവും കെട്ടി പിന്നൊക്കെ ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കിയില്ലേ ആക്കല്ലേ ചെയ്യുക. തിരിച്ചും പക്ക് വേഗം ഇങ്ങനെ വീട്ടിലെത്തിയാൽ മതി. ആരും പക്ക് ഡ്രസ്സ് അഴിച്ചു തരാനുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ അപ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ എല്ലാ പ്രാവശ്യവും ഞാനിപ്പം അടുത്ത കൊല്ലം 2025 ആയ 10 വർഷമായി. അപ്പോൾ 10 വർഷവും ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടാറുണ്ട്. സാർ ഞങ്ങൾക്ക് എന്തായാലും പല സ്ഥലത്തും പ്രോഗ്രാം. അപ്പം ഞങ്ങൾ ഗുരുവായൂരായിരുന്നു അരങ്ങേറിയത്. പിന്നെ മൂകാംബിക ചെയ്തു, ഉടുപ്പിയിൽ ചെയ്തു, ശ്രീവിളയനാട് കാവ് ചെയ്തു, തളി അമ്പലത്തിൽ, ചാലപ്പുറം കൃഷ്ണൻ്റെ അമ്പലത്തിൽ, ഇപ്പോൾ നാരകത്ത് ദേവീക്ഷേത്രം, പിന്നെ അതേമാതിരി മാങ്കാവ് ഒരു തളിക്കുന്ന ക്ഷേത്രം, കുറേ അമ്പലങ്ങളിൽ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, കുറേ അമ്പലങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്, ഇതിൻ്റെ എൻഡ് ഇങ്ങനെയാണ്. രാജുവേട്ടനാണ് ഇത് അയച്ചു തരിക എനിക്ക് എപ്പോഴും. എനിക്ക് ഇന്നൊക്കെ എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്, മധ്യമായിട്ട് പറഞ്ഞാൽ സൈഡായി. അത് കഴിഞ്ഞിട്ടില്ലേ ഇതെങ്ങനെ അറിയോ, തലേന്നാണ് എന്തെന്നറിയോ, ഞാൻ ഗുരുവായൂരിൽ നിന്ന് കണ്ണൂർ ഞങ്ങൾക്ക് സ്കൂളിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ. അതിൻ്റെ തലേന്നാട്ടോ ആ റിഹേഴ്സൽ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് തലേന്ന് ഞാൻ കണ്ണൂർ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി എത്തി, പിറ്റേന്നാണ് ഇതിന് പോകുന്നത്. അപ്പോൾ കൂടെ ഞാൻ സൈഡായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു റെസ്റ്റ്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് തളി അമ്പലത്തിൽ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ ആട്ടത് ചെയ്ത്. അങ്ങനെ എനിക്ക് പാവം ഈ രണ്ടുപേരും കൂടെ ഡ്രസ്സൊക്കെ മാറ്റി തന്ന് ഞാൻ എനിക്ക് ഉരച്ച് പോക്കി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒരു ദിവസം എനിക്ക് റെസ്റ്റ് കിട്ടി, പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു നാരകത്ത് ദേവീക്ഷേത്രം. പക്ഷേ ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റും. ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു ഡാൻസ് ആട്ടോ സാറ് പഠിപ്പിച്ച്. ഭയങ്കര സ്ലോ, നല്ല പാട്ടാണ്, പക്ഷേ ഭയങ്കര ഒരു സ്ലോ സുന്ദരി സുസ്മിരി ആയിട്ടുള്ളൊരു പാട്ടാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. വിനീത് സാർ നിങ്ങൾക്കറിയാം, ഇപ്പം കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, ജില്ലാ കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഹൈസ്കൂളിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. സാറിൻ്റെ കൊറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി, അതായത് നമുക്കിങ്ങനെ എന്തായിരിക്കും സാറ് ഒരു തീം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഭയങ്കര പൊളി കൊറിയോഗ്രാഫറാണ്. അപ്പം സാറിൻ്റെ നമുക്ക് ക്ലാസിക്കൽ ഡാൻസിലും അതെ സാറ് നമ്മൾ വിചാരിക്കില്ല ഭരതനാട്യമൊക്കെ കണ്ടിരിക്കുക എന്തോ ഒരു ബോറാ. പക്ഷേ വിനീത് സാറിൻ്റെത് അങ്ങനെയല്ല. എല്ലാവരും എനിക്കറിയില്ല കേട്ടോ. പൊതുവേ ഞാൻ പണ്ടൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ ക്ലാസിക്കൽ ഒരു നമുക്കിങ്ങനെ ഒരു ഉറക്കം തൂങ്ങുമല്ലോ. പക്ഷേ മാഷത് അങ്ങനെയല്ല, രസമുള്ള പാട്ടുകളായിരിക്കും. അയ്യോ, ഞാൻ പിറ്റേന്നെത്തി. ഇത് ഞാൻ തളി അമ്പലത്തിൽ കുറച്ചും കൂടി ഉഷാറായിട്ടോ. ഞാൻ പനിയൊക്കെ കുറച്ച് മാറി ഒരു ദിവസം റെസ്റ്റ് കിട്ടിയപ്പോൾ ഒന്ന് ഉഷാറായി. ഞാൻ ഇങ്ങനെ വേഷം കെട്ടിയിട്ടാണ് ഞാൻ തളി അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാണ്. ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം ഈ പ്രോഗ്രാമാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 12 മണിയൊക്കെ ഉണ്ടാവും ഉച്ചയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഷർട്ട് പോലെ ഇടുക, കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ ബ്ലൗസ് ഇടും. ബ്ലൗസ് ഒരു ലെഗിങ്സ് ഇതൊന്നും അഴിക്കേണ്ട, അതൊക്കെ ഇതിൻ്റെ മേലെയാണ് ഞാൻ ഇടേണ്ടത്. പിന്നെ അവിടെ നിന്ന് പോയിട്ട് ബ്ലൗസൊക്കെ ഇടാനൊക്കെ ബുദ്ധിമുട്ടാവും. നമ്മളിങ്ങനെ ബാത്റൂമിലൊക്കെ പോയി, സ്കൂളിലാണ് ഞങ്ങൾക്ക് എന്താ പറയുക ഡ്രസ്സ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ എനിക്ക് താഴെ ഇടാനുള്ള ലെഗിങ്സും ബ്ലൗസും ഇട്ടിട്ട് അതിൻ്റെ മേലൊരു ഷർട്ട് ഇട്ടിട്ടാണ് പോവുക. ഇങ്ങനെയാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പോവുക. തൊഴിലുറപ്പ് പദ്ധതിയായിട്ടാണ് ഞാൻ പോവാറ്. മുടിയൊക്കെ വലിച്ച് കെട്ടി, മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നുമില്ല, മുഖത്തൊരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുന്ന് ഒരു ചീത്ത പറയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംഗതി ചെയ്യാതെ മുടിയൊക്കെ ഞാൻ പൊക്കി കെട്ടി അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഏകദേശം അവിടെ എത്തിയിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് അന്ന് നമ്മൾ തളി അമ്പലത്തിൽ പ്രോഗ്രാമുള്ള ദിവസം ഞങ്ങൾക്ക് അന്ന് ഇതുണ്ട്, ഫുഡുണ്ട്. എന്തൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്, വൈകുന്നേരം ഒരു ഈവനിങ് ഒരു ചായയോ എന്തെങ്കിലും ഒരു സ്നാക്സും ഉണ്ട്, രാത്രിയും ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയിൽ ഗുഡു വണ്ടിയിൽ ഞാൻ എൻ്റെ ദേശീയ വാഹനമായ ഓട്ടോറിക്ഷയിൽ ഞാനിങ്ങനെ പോവുകയാണ് തളി അമ്പലത്തിലേക്ക്. നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ സ്കൂളാണ് കേട്ടോ, ഇത് നമ്മളെ സാമൂതിരിയൻ സ്കൂളിലാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ഉള്ളത്. ഇതൊക്കെ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ഫേമസ്, സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കോഴിക്കോട് ഏത് പ്രോഗ്രാമിനും ഈ കലോത്സവ വേദികളിലൊക്കെ സുപരിചിതമായ മുഖങ്ങളാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനുള്ളത്. സുന്ദർ മഹൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഫേമസ് ആണ് സുന്ദർ മഹൽ, എത്രയോ വർഷങ്ങളെ പാരമ്പര്യമുണ്ട്. അവിടുന്ന് രഗീഷാണ് ഞങ്ങളെ ഡ്രസ്സും കോസ്റ്റ്യൂമും, ഡിജിലേട്ടനൊക്കെ ഞാൻ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. അപ്പം ഇവരൊക്കെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഊണ് കഴിച്ചിട്ട് വരൂ, അപ്പോഴത്തേക്ക് വെറുതെ കഴിയുള്ളൂ. ഇവരൊക്കെയാണിത്. അപ്പോഴത്തേക്ക് വൃന്ദച്ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്പിളിയും ഏകദേശം ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സല്ല, മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മുടിയാണ് കെട്ടിത്തരിക. മുടി ആദ്യം നല്ലോണം മുറുക്കെ പിന്നി മുടി എന്താ പറയുക കുഞ്ചലൊക്കെ വെച്ചിട്ട് കെട്ടിത്തരും. അയ്യോ സോറി, ഇതാ അമ്പിളിയൊക്കെ മുടി കെട്ടി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ആ മുടി കെട്ടിയോടുകൂടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം. ഇതാരാ അങ്ങനെ ചാരി കിടക്കുന്നത്? ആരത്? സോഷ്മി കഥ പറയാം. ഇതൊക്കെ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. ഇത് നബീലാണ്, സിത്തുവിൻ്റെ ഫ്രണ്ടാട്ടോ. ഐശ്വര്യൻ്റെ ഹസ്ബൻഡാണ്. നബീലും ഐശ്വര്യയാണ്.
ഇവർ രണ്ടുപേരും. ഇതാണ് സിത്തുവിൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. സിത്തുവിനൊരു 4 ഫ്രണ്ട് ഉണ്ട്, ഇതേപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഭയങ്കര ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരു ഫാമിലിയാണ്. ഇത് നമ്മളെ ഷാജി മാസ്റ്ററാണ് കേട്ടോ. ഭയങ്കര മേക്കപ്പ് മാനാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. വർഷങ്ങളെ പാരമ്പര്യം. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഷാജി മാഷും ഹഗീഷ് ഇവരൊക്കെയാണ് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മന്ദം സാമുദ്രിയൻ സ്കൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാമുദ്രിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പഴമ നിൽക്കുന്ന ഒരു സ്കൂളാണ്. ഇപ്പോഴും ആ സ്കൂളിൻ്റെ ഒരുപാട് ഭാഗങ്ങളും പഴയ തന്നെയാണ്. നമുക്ക് സ്കൂൾ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ കണ്ടല്ലേ നമ്മൾ. പിന്നെ എന്താ പറയുക, ആ പാട്ടിലെ ഒരു വട്ടം കൂടിയൻ പഴയ വിദ്യാലയ, ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ വരുന്ന ഒരു സ്കൂളിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലുള്ള സ്കൂളാണ് സാമുദ്രിയൻസ്. ശരിക്കും ആ എന്താണ് ഒരു വട്ടം കൂടിയൻ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള പാട്ടില്ലേ, ആ ഒരു ഫീലാണ് ഈ എന്താ പറയുക സാമുദ്രിയൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. ആ പഴയ ആ ഓടിട്ട ഒരു സ്കൂളിൽ നിന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റിയ ബിൽഡിങ്, അങ്ങനെ പറയില്ല. ഇപ്പോഴത്തെ സ്കൂളൊക്കെ മോഡേണായി. സ്കൂളുകളെ മോശം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ കാലഘട്ടത്തിലുള്ള സ്കൂളുകളിലെ ആ ഒരു സ്കൂൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഫീലാട്ടോ എൻ്റെ ആ ഒരു ഫീലാണ് ഞാൻ പറയണത്. ഒന്ന് മോശം എന്നല്ല കേട്ടോ പറയണത്. അങ്ങനെ ഞങ്ങൾ നേരെ തളി അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഈ സൈഡ്, അതായത് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഇതാ കണ്ടോ, ഞങ്ങൾ സുന്ദരി തളി അമ്പലം കണ്ടോ നിങ്ങൾ? തളി മഹാശിവക്ഷേത്രത്തിൻ്റെ ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിന് 10 മുറി എന്നാണ് പറയുക. ഇതൊക്കെ പഴമ തന്നെയാട്ടോ. പണ്ടത്തെ സെയിം സാധനങ്ങളാണ്. കുറച്ചത് ഒരു കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടാവും, ഒക്കെ അത്ര തന്നെ ഉള്ളൂ. പഴയ ബിൽഡിങ്ങാണ് ഇതൊക്കെ. അതിൻ്റെ ഉള്ളിലാണ് ഊട്ടുപുര പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഫുഡ് ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ സിത്തു എത്തി, അബി, ഞാൻ, ചേച്ചി എല്ലാവരും, സോഷ്മി, ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. കണ്ടോ നിങ്ങൾക്ക് ആ പഴമ മനസ്സിലാവും. ഞാൻ പറയുന്നത് എന്താ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. ആ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കുറച്ച് എന്താ പറയുക പൈതൃകമായ കുറച്ച് ഭാഗങ്ങൾ അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതൊന്നും പൊളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും പുതുക്കിയിട്ടുണ്ടാവുമായിരിക്കാം, മീൻസ് അതിൻ്റെ പഴമ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റിന് വെയിറ്റ് ചെയ്യണം കൂട്ടരെ. ക്യൂ ആണ് അവിടെ. അപ്പം ഞങ്ങൾ കൈയൊക്കെ കഴുകി വന്ന് കണ്ടോ അതാ ഭക്ഷണം എടുക്കുകയാണ്. ചോറുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, ഉപ്പേരിയുണ്ട്, ഒരു നല്ല സുന്ദരി നാരങ്ങേൻ്റെ അച്ചാറാണോ നെല്ലിക്കേൻ്റെ അച്ചാറാണോ എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ഈശ്വര. രസമുണ്ട്, അവിയലുണ്ടായിരുന്നില്ലേ? ഉണ്ട്. അങ്ങനെ തന്നെയൊക്കെ നോക്കൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തെത്തിട്ടോ. തിരിച്ചതാ സിത്തുവിന് മുടി കെട്ടി കൊടുക്കുകയാണ്. അതാ സൂക്ഷ്മി മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ സെൽഫി വീഡിയോ ഇട്ട് എൻ്റെ മുഖത്ത് ക്ഷീണമൊന്നും ഇട്ടിട്ടില്ല. അതാ അബി ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വേഷം കെട്ടുകയാണ്. ഞങ്ങൾക്ക് അധികം മാഷെടുത്ത് എപ്പോഴും ചീത്ത വെക്കും. കാരണം ഞങ്ങൾ കുറച്ചൊരു ഉഴപ്പാണെന്ന് എപ്പോഴും പറയും. വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ടേ ഇത് സുമ. അങ്ങനെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും മേക്കപ്പ് ചെയ്യല്ലേ, അപ്പം ഞങ്ങൾക്ക് എന്തിനാ അവിടെ ഇരിക്കണേ വിചാരിച്ചാൽ ഞങ്ങൾ കുറേ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പം മാഷ് ചീത്ത പറഞ്ഞു. മാഷ് ഫോണിലൂടെ ചീത്ത പറഞ്ഞു. ആ പെണ്ണുങ്ങളോടൊന്ന് വേഗം പോയി ഡ്രസ്സ് ചെയ്യുക, എപ്പം നോക്കിയാലും കളക്കള വർത്താനം പറഞ്ഞിട്ട് സമയം ലേറ്റ് ആക്കുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചീത്ത ഇട്ടിട്ട് ഞങ്ങൾ വന്നു. അപ്പോഴത്തേക്കും സിത്തു ഒരു മിഠായി കൊണ്ടുപോകുന്നതിൻ്റെ തല്ല് ഇവിടെ. അതിന് കണക്ക് പറച്ചിൽ. ഞാൻ അന്ന് എനിക്കത് വാങ്ങി തന്നില്ല, എനിക്കിത് വാങ്ങി തന്നില്ല, എന്നിട്ട് എനിക്ക് മിഠായി തരുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികളെക്കാട്ടും കഷ്ടം. അതൊക്കെ പുതിയ മേക്കപ്പ് ആൾക്കാരാണ്. ആ ലേഡീസിനൊക്കെ കണ്ടില്ല, അവരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. ഇവരൊക്കെ ഞങ്ങൾക്ക് സുപരിചിതമായ ആൾക്കാരാട്ടോ. അങ്ങനെ ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് കുറേ റീൽസൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന കഥയും തമാശകളും ചിരിച്ച് കളിച്ച് ഇരുന്ന് സമയം പോക്കി. ഒന്നും പറയാനില്ല ഈ ഭാഗത്തൊക്കെ. എന്താ ഞാൻ പറയാം, ഇതിന് മുന്നേ ഞങ്ങൾക്ക് നമ്മൾ സോറി വിട്ടുപോയി. മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിലും ഞങ്ങൾ പോയി കഴിഞ്ഞ മെയിലല്ല മെയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അതിൻ്റെ ബ്ലോഗ് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ ആ ഒരു മേക്കപ്പിൻ്റെ ഇടയിൽ നോക്ക് നല്ലൊരു മഴക്കാറ് കണ്ടോ? ചെറുതായിട്ടൊന്ന് മഴ കുഞ്ഞായിട്ട് വരുന്നുണ്ട്. നല്ല കാറ്റിൻ്റെ വല്ലാത്തൊരു ഫീല്, വല്ലാത്തൊരു വൈബ് അല്ലേ? ഭയങ്കര സുന്ദരിയായിരുന്നു അത്. ആ ഒരു കാലാവസ്ഥ അത് ഞാൻ കാണിക്കാൻ വേണ്ടി പറന്നു വന്നതാണ്. ഷാജി മാസ്റ്ററാണ്. ഷാജി മാഷ് നമ്മളെ സോഷ്മിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എന്താ പറയാൻ വന്നത്, മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ വന്നിട്ട് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യണൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ പോലെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താവൂലേ? അപ്പം ഞാനത് വിട്ടുപോയി അമ്പലത്തിൻ്റെ കൂട്ടത്തിൽ പറയാൻ. മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ കളിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അവിടെയൊക്കെ കളിക്കണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാട്ടോ അതൊക്കെ. ദൈവം സഹായിച്ചിട്ട് ഈ ഒരു ഏജിലും നമ്മളിപ്പോൾ പറയുമ്പോൾ കുട്ടികളെയും കൊണ്ട് അമ്മമാർ നടക്കും. അവർക്ക് അവരെ ആ ഒരു പ്രായത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ റെഡിയാണ്. അവർക്കൊന്നും ചിന്തിക്കാനില്ല. പക്ഷെ അമ്മമാർ ഈ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയതൊരു ഭാഗ്യം.
അതിനുള്ള നല്ല നല്ല ഗുരുക്കന്മാരെ കിട്ടിയത് ഞങ്ങൾക്ക് ഭാഗ്യം, അതിനുള്ള വലിയ സപ്പോർട്ട് തരുന്ന ഭർത്താക്കന്മാർ കിട്ടിയത് ഞങ്ങൾക്ക് ഭാഗ്യം, അതിൻ്റെ ഒരു വീട്ടുകാരെ കിട്ടിയത് ഞങ്ങൾക്ക് ഭാഗ്യം. ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ അങ്ങനെ പോകുന്നു. നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ന് വരെ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ. ചെറുപ്പത്തിലുള്ള വലിയ തീർഥാതീരാത്തൊരാഗ്രഹമായിരുന്നു ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഏത് സ്റ്റൈലും പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഫേമസ് ആയാലും വിനീത് സാറിൻ്റെ അടുത്ത് തന്നെ പഠിക്കാനും പറ്റി കേട്ടോ ഈ ക്ലാസിക്കൽ ഡാൻസ്. സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ഭരതനാട്യം മാത്രമല്ല, ഞാനും അഭിയും ഭരതനാട്യം, കുച്ചിപ്പുടി സൗമ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മോഹിനിയാട്ടം, കഥകളി വരെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഥകളിക്കൊക്കെ ഒരു മാസം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി കുട്ടികളല്ലല്ലോ, നമ്മളെ സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഞാൻ പോവേ ഇപ്പോൾ ഒക്കെ വരാൻ പറ്റൂലേ, ഞാൻ കുറച്ച് ലേറ്റ് ആവേ, അങ്ങനെ ശക്തിയിൽ നമുക്ക് ഇവിടെ വന്നാൽ പറയാൻ പറ്റൂലല്ലോ കല്യാണം കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ മോശമല്ലേ, നനഞ്ഞിടം വല്ലാണ്ട് കുഴിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ മോഹിനിയാട്ടവും കഥകളിയും അങ്ങോട്ട് അവസാനിപ്പിച്ചു. കുച്ചിപ്പുടി പക്ഷേ അരങ്ങേറ്റം അധികം ഉണ്ടാവും, വേഗം ഉണ്ടാവും. ഞങ്ങളത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്തായാലും കുച്ചിപ്പുടിയും ഭരതനാട്യം ഉണ്ട്. ഭരതനാട്യമാണ് റെഗുലറായിട്ട് പോകുന്നത്, കുച്ചിപ്പുടി കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. സാറ് ഭയങ്കര ബിസി. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സിത്തു ഇങ്ങനെ എന്തൊക്കെയോ പറയുകയാണ് തമാശകൾ. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യണോക്ക്. മറ്റോള് വരിക സോഷ്മി, അവളെ മുഖം കണ്ട് ഞാൻ കാണിച്ചു തരാൻ നോക്കുമ്പോൾ ഇരുട്ട്. ഞാൻ ചോദിച്ചു എന്താ ഈ കുട്ടിച്ചാത്തനെ പോലെ അവിടെ ചിരിച്ചിരിക്കണതെന്ന്, കാണുന്നില്ല ഇരുട്ടായിട്ട്, ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് പോയി നിന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മേക്കപ്പ്. ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ, എങ്ങനെയാണ് ഭരതനാട്യത്തിന് ചെയ്യുക. ക്ലാസിക്കൽ ഡാൻസ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ച് ചെയ്യും കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ വേറെ തന്നെ ഒരു മുഖച്ഛായ വരും. അങ്ങനെ എല്ലാവരും ഒരേ ഒരു തകരാറുള്ള ആൾക്കാർക്ക് ചിരി വരിക കണ്ടിട്ട്, എല്ലാവരും മുഖം ഇങ്ങനെ ഇട്ടിട്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗ്യം കേട്ടോ, ചിരി വരിക എന്ന് പറഞ്ഞാൽ കളിയാക്കല്ല, അതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കുട്ടിയെ കൊതിയോടുകൂടി നോക്കി നിന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞതല്ല, ഏകദേശം ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള രൂപത്തിലേക്ക് വരിക, ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കുട്ടികളാട്ടോ, ഇത് ചിമ്മുൻ്റെ ബാച്ചാണത്, അതായത് കുട്ടികളെ ബാച്ചാണ്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ അവർക്ക് വിശന്നപ്പം എന്തോ ഓർഡർ ചെയ്തതാണ്. നോണൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, വെജ് എന്തോ കുട്ടികളൊക്കെ കൂടെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ നിൽക്കുകയാണ് വിശന്നിട്ട്. ഇത് ചിമ്മു അത് അവിടെ ഇരിക്കുന്നുണ്ട്. ചിമ്മുവിൻ്റെ അടുത്തുള്ള അഞ്ജലിയാണ്. ബാക്കിയൊക്കെ നല്ല കുട്ടി. അഞ്ജലി ഇവരൊക്കെ ഭയങ്കര ഡാൻസറാണ്. ചിമ്മു അഞ്ജലിയും കൂടെ ഒരു ക്ലാസ് ഡാൻസ് കളിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. ചന്ദനലേപ സുഗന്ധം പറഞ്ഞിട്ട് സാറാണ് കൊറിയോഗ്രാഫി ചെയ്തത്, നമ്മളെ വിനീത് സാറാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ചിത്തിക്ക് വേണോ എന്നൊക്കെ ചോദിക്കുക. ചിമ്മുവിനെ ചിത്തി എന്നാട്ടോ വിളിക്കുക. അങ്ങനെ ഞങ്ങളൊരു അതായത് കാസ്റ്റ് നമ്മൾ അങ്ങനെ പറയല്ല, കണക്റ്റഡ് അല്ല, വെറുതെ ചിത്തി എന്നാണ് വിളിക്കുക. അതായത് അങ്ങനെ ഉണ്ടല്ലോ ഇന്ന ഈ തമിഴ് ഇതിലൊക്കെയല്ലേ ചിത്തി കേട്ടത്. പക്ഷേ ഞങ്ങളവിടെ പണ്ടൊരു പട്ടന്മാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു ഇതിന്ന് ഞങ്ങൾ കടമെടുത്തതാണ് ചിത്തി എന്നാണ് അപ്പും ചിമ്മു അവരൊക്കെ എന്നെ വിളിക്കുക. അങ്ങനെ ഞങ്ങൾ വേഷം കെട്ടി ആ ഒരു സാധനം വെക്കില്ലേ, ഇപ്പം നമ്മളെ മധുരമീനാക്ഷീൻ്റെ കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം വെച്ചത്. മോഹിനിയാട്ടമുണ്ട്. അതായത് ഞങ്ങളുടെ ഡാൻസ് മാത്രമല്ല, നമ്മുടെ ഡാൻസ് ക്ലാസ് സൗഷ്ഠവ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ വിനീത് സാറിൻ്റെ സ്റ്റുഡൻസിൻ്റെ സീനിയറും ജൂനിയറും ആയിട്ടുള്ള ഒരുവിധം കുട്ടികളൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ഞങ്ങളും ഒരു ഭാഗമായി. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം എല്ലാവരും ഡ്രസ്സ് ചെയ്തു, മീൻസ് വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി ഡ്രസ്സ്. എനിക്ക് വേഷം കെട്ടാണ്ട്, ഞാൻ ഡ്രസ്സ് ഫുൾ ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കലിൻ്റെ തിരക്കിലാണ്. മാഷ് വരുന്നതിന് മുന്നേ മാഷ് പിന്നെ അവിടെ ഉണ്ടാവില്ല. നമ്മൾ പ്രോഗ്രാമിൻ്റെ അന്ന് പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ സാർ എത്താറുള്ളൂ എപ്പോഴും. അപ്പോഴാണ് ഞങ്ങൾ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളും. അയ്യോ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പ്രോഗ്രാമൊക്കെ തളി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാനൊക്കെ പറ്റി. കുട്ടികളൊക്കെ നന്നായിട്ട് പ്രോഗ്രാം ചെയ്തു. ഇതൊക്കെ മേക്കപ്പിൻ്റെ ഇടയിൽ, കാരണം അതിൻ്റെ ഒന്നും ഇല്ല വീഡിയോ. ഞാൻ പിന്നെ ബാഗിൽ വെച്ചു ഫോണ്, അതാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റി, ദൈവം സഹായിച്ചിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ തളിയമ്പലത്തിൻ്റെ ഇതിൽ തന്നു, പേരിൽ ഞങ്ങൾക്ക് തന്നു. ഞാൻ തത്തേനെയൊക്കെ പിടിച്ച് നിൽക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു. സാറിൻ്റെ കാലൊക്കെ തൊട്ട് ഞങ്ങൾ തിരിച്ച് വരിക. അതായത് അവിടെ നിന്ന് തന്നെ വേഗം മേക്കപ്പിൻ്റെ കുറച്ച് അതായത് തലയൊക്കെ ഊരി. പൊതുവേ ഞങ്ങൾ ഊരാറില്ല, പ്രാന്തായി പോകും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നമുക്ക് ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ എവിടെ പോയി എന്നറിയോ, ഓംകാരയിൽ പോയി. എവിടെയാണ് ഓംകാര? നമ്മളെ അശ്വിനി, എനിക്ക് പറഞ്ഞാൽ അറിയണ്ടല്ലോ ശരാ, അശ്വിനിയൊക്കെ അല്ലേ പണ്ടത്തെ മലബാർ ഗോൾഡിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഓംകാരയിൽ പോയിട്ട് നല്ല വെജിറ്റേറിയൻ ഫുഡാട്ടോ. അവിടെ എല്ലാവരും വെജിറ്റേറിയൻ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഹോട്ടലൊക്കെ നല്ലതാണ്. അങ്ങനെ ഞാൻ സിത്തു, ജിജേച്ചില്ല, സോഷ്മിയും അബിയും കൂടെ ഞങ്ങൾ 4 പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. രാജോട്ടിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, കാരണം ലേറ്റ് രാത്രിയായില്ലേ. ഞാൻ പറഞ്ഞു രാജോട്ട് അവരെ കൂടെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ സോഷ്മീൻ്റെ ഹസ്ബൻഡ് കാർ എടുത്തിട്ട്, സന്തോഷ് ചേട്ടൻ കാർ എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാൻ അവരെ കൂടെ അവർ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇറക്കി തന്നു. അങ്ങനെ ഞങ്ങളെ നവമി പ്രോഗ്രാം അവസാനിച്ചു. എനിക്ക് തോന്നുന്നു ഈ 2024
അവസാനത്തെ ക്ലാസിക്കൽ പെർഫോമൻസ് ആയിരിക്കാം. ഇനിയിപ്പോൾ കഴിഞ്ഞില്ലേ, ഡിസംബർ ആയില്ലേ, ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ല. അങ്ങനെ വളരെ ഹാപ്പിയായി. എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടാറുണ്ട് ദൈവം സഹായിച്ചിട്ട്. അങ്ങനെ ഈ കൊല്ലവും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ കൊല്ലത്തെ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. ക്ലാസിക്കൽ ഡാൻസിൻ്റെ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു 2024 അവസാനത്തെ പ്രോഗ്രാമാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ടൊരു പ്രോഗ്രാം കിട്ടാറുണ്ട്. അടുത്ത കൊല്ലം ഞങ്ങൾക്ക് അങ്ങനെ പ്രോഗ്രാം കിട്ടട്ടെ. അത് കാണിക്കാൻ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വാദോരാതെ വർത്താനം പറഞ്ഞ ആ ഒരു പ്രോഗ്രാം കാണിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും വീട്ടിലെത്തി മുടിക്കെട്ടൊക്കെ അഴിച്ച് ഒന്ന് കുളിച്ച് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളെ നവമി പ്രോഗ്രാം. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ലേറ്റ് ആണെന്നറിയാം. ഒരുപാട് തിരക്കുകൾ, എന്തൊക്കെയോ തിരക്കുകൾ. അന്ന് സൈഡൊക്കെ ആയി പോയതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ കാണാതെ പോയതാണ് സത്യം പറഞ്ഞാൽ. ഗാലറി വൃത്തിയാക്കുന്ന നേരത്താണ് ഈശ്വര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് കണ്ടപ്പോഴും പറന്ന് ഞാൻ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചു. നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ബായ്.